നമസ്കാരം, വിഷ്ണുമൂലികേട്ടിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അഞ്ചൽ ചെമ്പകരാമനല്ലൂരാണ്. ഇവിടുത്തെ നാട്ടുകാരുടെയും ഒരു കൂട്ടം ചെറുപ്പക്കാരുടെയും കൂട്ടായ്മ വളരെ മഹത്തായ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപും നമ്മൾ ഇവരുടെ നന്മ നിറഞ്ഞ പല പ്രവൃത്തികളുടെയും പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ഇവിടെ വീണ്ടും ഒരു ബിരിയാണി ചലഞ്ചുമായി വന്നിരിക്കുന്നത് ഏറം സ്വദേശിനിയായ അഖിലയുടെ ചികിത്സാ ധനസഹായത്തിനായിട്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി അഖില കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ്. ഇതിൻ്റെ ചികിത്സാ ചിലവ് എന്ന് പറയുന്നത് ഓരോ മാസവും ഏകദേശം 5 ലക്ഷം രൂപ വരെ ചിലവ് വരും. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ കുട്ടിയുടെ ചികിത്സാ ധനസഹായത്തിന് വേണ്ടിയാണ് ഇവിടെ ഇപ്പോൾ ഇവർ ഒരു ബിരിയാണി ചലഞ്ച് നടത്തുന്നത്. വളരെ മാതൃകാപരമായി ഇവിടെ പ്രവർത്തിക്കുന്ന ചെമ്പകരാമനല്ലൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ചലഞ്ചേഴ്സ് വെൽഫെയർ ഗ്രൂപ്പും സംയുക്തമായിട്ടാണ് ഇവിടെ ഈ സഹോദരിക്ക് വേണ്ടി ഇത്തരത്തിലൊരു ബിരിയാണി ചലഞ്ച് നടത്തുന്നത്. അതിൻ്റെ ആദ്യ വിൽപ്പന ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജെ മോഹൻകുമാറിനും വാർഡ് മെമ്പർ രാജീവ് ഘോഷിനും നൽകി ക്ലബ് അംഗവും ആർമിഡ് പോലീസ് ട്രെയിനുമായ നിതിൻ നിർവഹിക്കുകയാണ്. ഇവരുടെ പ്രവർത്തനങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ വാർഡ് മെമ്പർ രാജീവ് ഘോഷി നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ചെമ്പകരാമനല്ലൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ചലഞ്ചേഴ്സ് വെൽഫെയർ ഗ്രൂപ്പും വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു നല്ല സംഘടനയായി മാറിയിരിക്കുകയാണ്. പൊതുപ്രവർത്തന രംഗത്തും ആതുര സേവന രംഗത്തും ജനങ്ങൾക്ക് കൈത്താങ്ങായി എല്ലാ മേഖലകളിലും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സംഘടനയായി ഈ നാട്ടിൽ നിലകൊള്ളുന്ന ഈ പ്രസ്ഥാനം പ്രിയപ്പെട്ട സഹോദരിയുടെ ചികിത്സാർത്ഥം ബിരിയാണി ചലഞ്ച് എന്ന നിലയിൽ ഒരു പദ്ധതി രൂപീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഫണ്ട് ശേഖരിച്ച് ആ പ്രിയപ്പെട്ട സഹോദരിക്ക് നൽകുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. വളരെ നാളുകളായി നമ്മുടെ ഈ പ്രദേശത്ത് എല്ലാവിധമായ പ്രവർത്തനങ്ങളും നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ ഉൾപ്പെടെ നമ്മുടെ എല്ലാവിധമായ പ്രവർത്തനങ്ങളിലും വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചലഞ്ചേഴ്സ് ക്ലബിനും അതോടൊപ്പം തന്നെ ചെമ്പകരാമനല്ലൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ മോഹൻകുമാർ സാറും ശ്രീ അനീഷും അടക്കമുള്ള ആളുകൾ അതിന് മുൻ നേതൃത്വം നൽകിക്കൊണ്ടാണ് ഈ പ്രദേശത്ത് മുന്നോട്ട് പോകുന്നത്. അവർക്കെല്ലാമുള്ള ഈ ചലഞ്ചേഴ്സ് ക്ലബിനും ഇതിലെ യുവതിയുവാക്കൾക്ക് എല്ലാവർക്കും വാർഡിൻ്റെ പേരിലുള്ള പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമാണ്. അവരെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുകയും അവർക്ക് എല്ലാവിധമായ പിന്തുണയും അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ചെമ്പകരാമനല്ലൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും അതുപോലെ തന്നെ ചലഞ്ചേഴ്സ് ക്ലബ്ബും ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള ഈ ചികിത്സാ സഹായ പരിപാടി, അതായത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞ് അഖിലയ്ക്ക് ഏറം സ്വദേശിയായ അഖിലയ്ക്കുള്ള ചികിത്സാ സഹായത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ഇതിനു മുമ്പും നമ്മുടെ പ്രിയപ്പെട്ട ആവണിക്ക് വേണ്ടി ഈ ക്ലബ്ബും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും എല്ലാം കൂടി ഇത്തരത്തിലുള്ള ഒരു വലിയ പദ്ധതി ഏറ്റെടുത്ത് അവരെ സാമ്പത്തികമായി സഹായിക്കാനുള്ള കഴിച്ചില്ല. ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമാണ്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, നിരവധി ആളുകൾ വിവിധ രോഗങ്ങളാലും അതുപോലെ തന്നെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഷ്ടപ്പാടുകൾ കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ കഴിയുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു കൈത്താങ്ങായി ഇടപെടാൻ നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരുടെ ഇടപെടലുണ്ടെങ്കിൽ ഏത് കാര്യത്തിലായാലും നമുക്കറിയാം, നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ പോലും ഈ നാട്ടിലുള്ള മുഴുവൻ ചെറുപ്പക്കാരും അവർ പ്രാദേശിക ചിന്തകളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിന്തകളോ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവിടുത്തെ ഒഴുകിയെത്തുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ഏത് സാഹചര്യത്തിലും ചെറുപ്പക്കാരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ ഇവിടുത്തെ ചെമ്പകരാമനല്ലൂരിലെ ചെറുപ്പക്കാരുടെ ടീം ഇതിനായി അക്ഷീണം പരിശ്രമിക്കുകയും ഈ പരിപാടി വലിയ വിജയത്തിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള ആവശ്യം വന്നാൽ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഇങ്ങനെയുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സന്മനസ് അവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നടത്തിയ പരിപാടിക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും പിന്തുണയും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും. നിങ്ങൾ ആലോചിച്ചു, ഇപ്പോൾ എല്ലാവരും ഈ രാജ്യത്തിലോട്ട് വന്നു. ഇപ്പോൾ ഇത്ര ചെയ്യാൻ പറ്റിയത് വളരെ ഈ നാടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഒരേപോലെ സഹകരിക്കുക നമ്മൾ. കാരണം ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വെച്ചാൽ നമ്മൾ തൊട്ടടുത്തുള്ള ആളെ പോലും അറിയാൻ പറ്റുന്നത്. കാരണം നമ്മൾ ചെന്ന് സമീപിക്കുന്ന എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് നമ്മളോട് പെരുമാറും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന് എല്ലാവരും തലേന്ന് രാത്രി പോലെ ഇവിടെ എല്ലാവരും സഹകരിച്ച് എല്ലാവരും നമുക്ക് നന്ദി പറയാം. നമ്മുടെ പ്രിയ സഹോദരി അതിലൂടെ ഇങ്ങനൊരു കാര്യം അറിഞ്ഞപ്പോൾ നമ്മുടെ ചെമ്പകരാമനല്ലൂർ ക്ലബ് അംഗങ്ങളായാലും ശരി, അതുപോലെ തന്നെ ചലഞ്ചേഴ്സ് വെൽഫെയർ ഗ്രൂപ്പ് ചുമതല കേന്ദ്രീകരിക്കുന്ന ഒരു വെൽഫെയർ ഗ്രൂപ്പിൻ്റെ അംഗങ്ങൾക്ക് പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായമായിരുന്നു നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഫണ്ട് കണ്ടെത്തണം എന്ന ഒരു ആശയം. ചലഞ്ചിലേക്ക് എത്തിയത് ബിരിയാണി ചലഞ്ച് നടത്തിയിരുന്നു. അതിൻ്റെ ഒരു ഭാഗമെന്നോണം ബിരിയാണി ചലഞ്ച് നമുക്ക് 2 ദിവസം നമുക്ക് കിട്ടും സമയം. 2 ദിവസം കൊണ്ട് വളരെ പെട്ടെന്ന് ഓർഡർ എടുക്കുകയും
നമ്മുടെ ഈ നമ്പർ കൊണ്ട് ഇങ്ങോട്ട് തിരിച്ച് വിളിക്കുകയും ഒന്നുകൂടെ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റിയത് നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമായിരുന്നത് വിളിച്ച് 200 ഓർഡറുകൾ നമുക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ അതിൽ ഇന്ന് രാത്രി ഈ കഴിഞ്ഞ 2-3 ദിവസം ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയ എല്ലാ ഗ്രൂപ്പങ്ങളും നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ നമ്മുടെ ചെമ്പകാലൂർ നിവാസികൾ, അതുപോലെ നമ്മൾക്ക് ഓർഡർ തന്നവർ, നമ്മളെ ഈ ഒരു മാധ്യമ പ്രവർത്തകർ, നമ്മോട് സഹകരിച്ച എല്ലാവർക്കും, ഇന്നലെ വർക്ക് വിളിച്ച് നിന്നവർ എല്ലാവർക്കും ഉള്ള നന്ദി. എത്രയും പെട്ടെന്ന് ഇതിന് ശേഷം പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു വരട്ടെ എന്നുള്ള പ്രത്യാശയും ഇതോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു സഹായം നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഒപ്പം നിന്ന് ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും അക്ഷാന്തം പ്രയത്നിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു രീതിയിലെത്തിയത്. അതായത് ഇതിനു മുമ്പും നമ്മൾ വൻ വിജയമായിട്ട് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ ഈ നാട്ടുകാരെല്ലാവരും സൗഹാർദ്ദപരമായിട്ട് തന്നെ ഈ ഒരു പ്രയത്നം അംഗീകരിക്കുകയും ഏറ്റെടുക്കുകയും അത് വിജയകരമായിട്ട് കൊണ്ടുപോകാനും സാധിച്ചു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളെ പ്രിയ സഹോദരിക്ക് നല്ല രീതിയിൽ ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഇവർ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും പറയാനില്ല. ഞങ്ങളുടെ നാടിൻ്റെ വിജയമാണിതൊക്കെ. ഇവിടെ ഇവർ പറഞ്ഞതുപോലെ സമയമൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. കാരണം ഞങ്ങൾ അത്രയും സേഫാണ് ഇവിടെ. നല്ല നാട്, നല്ല ആളുകൾ, നല്ല കൂട്ടായ്മ, അതിന് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ളതിന് തെളിവാണ് ഞങ്ങൾ. ഇതാദ്യത്തെ പ്രവർത്തനമല്ല. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനെല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കും. ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ പ്രിയപ്പെട്ട സഹോദരി അഖിലയുടെ ചികിത്സയ്ക്കായി നമ്മുടെ നാട് ഒരുമിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഇതിനു മുൻപും ആവണിമോളുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ട് വളരെ നാടൊരുമിച്ച് വളരെ സംയുക്തമായി നിന്ന് ഇത്തരം കാര്യങ്ങൾ വിജയിപ്പിച്ച ചരിത്രം നമുക്കുണ്ട്. എന്തായാലും ഈ അഖിലമോളുടെ കാര്യത്തിലും നമ്മൾ ഒരുപാട് ഒറ്റക്കെട്ടായി നാടൊരുമിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് പരമാവധി ഒരു ഫണ്ട് കളക്ഷൻ ഉണ്ടാക്കി ആ കുട്ടിക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ചാനൽ വിക്ക് വേണ്ടി വിഷ്ണു വലിയകാട്ടിൽ.